വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂല കന്നിമൂല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കലഹം ഉണ്ടാവും. വീടിൻ്റെ ബെഡ്റൂമിൽ ഒരു 3-4 കോമ്പിനേഷൻ ആണെങ്കിലും ആ റൂം കലഹമായിരിക്കും. വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകളുള്ള 10 വീട് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ വർഷം അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില വീടുകളിൽ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ, സാറേ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഭയങ്കര കലഹമാണ്, പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷത്തോടെ പോവും, വീട്ടിൽ വന്ന് കയറോ അപ്പോൾ വഴക്കാം. ഇത് വാസ്തുദോഷം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വാസ്തുദോഷം കൊണ്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതിന് 3-4 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് മൂല കന്നിമൂല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കലഹം ഉണ്ടാവും. ഭാര്യഭർത്താവുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും ഉണ്ടാവും. 2, വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് വീടിൻ്റെ പ്രധാന വാതിലിൽ ഒരു 4-3 കോമ്പിനേഷൻ ആണെങ്കിലും ഉറപ്പായിട്ടും അവിടെ കലഹം ഉണ്ടാവും. കലഹം മാത്രമല്ല, കേസുകൾ വരെ ഉണ്ടാവും. എന്ത് കോമ്പിനേഷനാണ്? 4-3, 4-3 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നല്ല വിദഗ്ധനായ ഒരു ഫെങ്ഷി കൺസൾട്ടൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. തെക്കു പടിഞ്ഞാറിൻ്റെ ദോഷം കണ്ടുപിടിക്കാൻ അത് വേണമെന്നില്ല, ദിക്കറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് രണ്ടിനും എന്ത് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂന്നാമതൊരു കാര്യം കൂടെ പറയാം. വീടിൻ്റെ ബെഡ്റൂമിൽ ഒരു 3-4 കോമ്പിനേഷൻ ആണെങ്കിലും ആ റൂം കലഹമായിരിക്കും. ഇപ്പോൾ 2025 സംബന്ധിച്ചിടത്തോളം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള എല്ലാ ബെഡ്റൂമുകളിലും അല്ലെങ്കിൽ എല്ലാ ദിക്കുകളിലും എല്ലാ റൂമുകളിലും 3 എന്ന് പറയുന്ന സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കലഹത്തിൻ്റെ നക്ഷത്ര റിവൈവേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അവിടെ കലഹം ഉണ്ടാകും. അപ്പം 4 കാര്യങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ 4ൻ്റെ റെമഡി പറയുകയാണ്. തെക്ക് പടിഞ്ഞാറ് മിസ്സിങ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെളിയിൽ ഒരു ഫുൾ ടൈം റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറിൽ വീടിൻ്റെ വെളിയിലായിട്ട് ഫുൾ ടൈം ഒരു റെഡ് ലൈറ്റ് ഉപയോഗിക്കാം. 2, നിങ്ങളുടെ എൻട്രൻസിൽ അങ്ങനെ ഒരു സ്റ്റാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റ് അവിടെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഫയർ ബോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 4 സ്ക്വയർ ഫീറ്റിൻ്റെ റെഡ് മാറ്റ് ഉപയോഗിക്കാം. അതല്ല, നിങ്ങളുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിലാണ് ഈ വർഷം നിങ്ങൾ കിടക്കുന്നത്, അവിടെയാണ് നിങ്ങൾക്ക് കലഹമെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ഫയർ ബോളോ അല്ലെങ്കിൽ 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു റെഡ് മാറ്റോ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷിയിലൂടെ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഫെങ്ഷിയിൽ വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് ഫെങ്ഷി അറിയാമെങ്കിലും ഇല്ലെങ്കിലും, നമ്മുടെ വീട് എവിടെ ആയാലും ഈ ഓരോ ദിക്കിലും എല്ലാ വീടുകളിലും ഈ നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ആ നക്ഷത്രങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതവിടെ കാണുക തന്നെ ചെയ്യും. നമ്മൾ ഒരുപക്ഷെ അറിയാതെ പോകുന്നു എന്ന് മാത്രം. നല്ല സമാധാനത്തിലും സന്തോഷത്തിലും കഴിഞ്ഞിരുന്ന കുടുംബം പെട്ടെന്ന് അവർക്കൊരു പ്രശ്നവും ഒരു തകർച്ചയോ ഒരു ആക്സിഡൻറ്റോ ഒക്കെ വരുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മാറി വന്ന ഫെങ്ഷിയുടെ ആനുവൽ സ്റ്റാറിൻ്റെ നമ്പർ ആയിരിക്കും അവരെ ബാധിച്ചിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ വർഷം 2025 വടക്ക് കിഴക്ക് ഭാഗത്ത് 5 എന്ന് പറഞ്ഞിട്ടൊരു നക്ഷത്രം വന്നിട്ടുണ്ട്. 5 എന്ന് പറയുന്നത് ടോട്ടൽ ലോസിൻ്റെ ഒരു സ്റ്റാറാണ്. അപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ളവരെ ഈ വർഷം ഇത് സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകളുള്ള 10 വീട് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ വർഷം അവർ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതല്ല, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണ് വടക്കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ, അതല്ലെങ്കിൽ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ആ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പ്രശ്നങ്ങളെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഫെങ്ഷിയിൽ പരിഹാരങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാനും അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാവാതെ അതിനെ തടയിടാനുള്ളതും അതിൻ്റെ ദോഷങ്ങളെ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഫെങ്ഷിയിലുണ്ട്. പക്ഷെ നമുക്ക് അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും ഉറപ്പായിട്ടും അതാത് സ്റ്റാറുകൾ അതാത് ഡയറക്ഷനിൽ വരിക തന്നെ ചെയ്യും. ഫെങ്ഷിയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം. ഇതൊരു 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്. ഞാനിപ്പോൾ 2025 കാര്യം നിങ്ങളോട് സംസാരിച്ചു. ഈ 2025 നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 5 എന്ന് പറയുന്നൊരു സ്റ്റാർ വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ സ്റ്റാർ വരുമ്പോൾ ഇപ്പോൾ ജനുവരി ആണ് പുതുവർഷം തുടങ്ങുന്നത്. ഫെബ്രുവരി 4-ാം തീയതിയാണ് ഈ സ്റ്റാർ അവിടെ വന്നിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെപ്പറ്റി അറിയാം. നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്കിഴക്ക് ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനുവരി തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു 5 എലമെന്റ് പഗോഡ എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മണ്ണെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഏത് ഭാഗത്തുനിന്ന് വടക്കിഴക്ക് ഭാഗത്ത് അതാ ഡയറക്ഷൻ നിന്ന് എടുത്ത് അതിനകത്ത് ഉള്ളിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ഇത് അടയ്ക്കുന്നു. അടച്ചിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ ടൂൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ ദോഷം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് 5 എലമെന്റ് പഗോഡയ്ക്ക് സാധിക്കും. ഇത് 2025 കാര്യം. ഇനി 2026 വരാൻ പോവുകയാണ്. 2026 ഈ സ്റ്റാർ
ഫെബ്രുവരി 4-ാം തീയതി നോർത്ത് ഈസ്റ്റിൽ നിന്ന് മാറി വരുന്നത് ഓരോ വീടിൻ്റെയും സൗത്തിലാണ് വരുന്നത്. അപ്പോൾ വരുന്ന വർഷം 2026 എന്ന് പറയുന്നത് സൗത്ത് പ്രധാന വാതിലുള്ളവർക്ക് ഏറ്റവും മോശമായിട്ടുള്ളൊരു വർഷമായി തീരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ ജനുവരിയിലെ ചെയ്യാൻ പറ്റുന്ന റെമഡി എന്ന് പറയുന്നത് ഒരു 5 എലമെന്റ് പഗോഡ വാങ്ങിച്ച് പ്രധാന ഡോറിന്റെ സമീപത്ത് വെക്കുക. നിങ്ങൾക്ക് റെഡ് മാറ്റാണ് അവിടെ കിടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ റെഡ് മാറ്റ് അവിടെ നിന്ന് ഒഴിവാക്കുക. നാച്ചുറൽ ഉലുവാണ്. ഇത് ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ബെഡിന്റെ സമീപത്ത് വെച്ച് കിടക്കാം, പില്ലോയുടെ സമീപത്ത് വെച്ച് കിടക്കാം. വീട്ടിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ക്വാൻ കിങ്ങിന്റെ സ്റ്റാച്ചു വാങ്ങിച്ച് മെയിൻ ഡോറിലോട്ട് വെക്കുക. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ളൊരു വാളും ഉണ്ടായിരിക്കും. അത് ഇങ്ങനെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിലേക്ക് നോക്കി വയ്ക്കുകയാണെങ്കിൽ വരുന്ന നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നും വീട്ടിനെ സംരക്ഷിക്കാനായിട്ട് ക്വാൻ കിങ്ങിന് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.